കാർട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫിജി കാർട്ട് എന്ന് പറയുമ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും മീഷോ ഒക്കെ നമുക്ക് സുപരിചിതമായ ആപ്പുകളാണ് അല്ലെ. ഇതേപോലത്തെ ഒരു ആപ്പ് തന്നെയാണ് എന്തും ഫിജി കാർട്ട് എന്ന് പറയുന്നതും. എന്നാൽ മറ്റുള്ള ആ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫിജി കാർട്ടിൽ ഡയറക്റ്റ് സെല്ലിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇടനിലക്കാരില്ലാത്തൊരു പ്ലാറ്റ്ഫോമും കൂടി ആയതുകൊണ്ടാണ് ജനങ്ങൾക്ക് തന്നെ വരുമാനം തരാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും അത് നമ്മൾ ഉപയോഗിച്ച് നല്ല സാധനങ്ങളാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പല ആളുകളും പറയും ഇവിടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജനങ്ങളൊക്കെ പൈസ ചെലവാകും എന്ന് ആദ്യം തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താവില്ല, ആ സാധനം എന്താന്ന് പോലും കേൾക്കാൻ തയ്യാറായില്ല. എന്നാൽ നമ്മൾ അത്യാവശ്യക്കാരാണെങ്കിൽ എത്ര പൈസ കൊടുത്തിട്ടും നമ്മൾ എന്ത് സാധനവും വാങ്ങിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോയാലോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയാലോ നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, ഇത്ര രൂപയുടെ സാധനമാണ്, ഇത്രയാണ് ബഡ്ജറ്റ്, അപ്പൊ ഇത്ര രൂപയുടെ സാധനമാണ്, ഇതിൽ കൂടുതൽ റേറ്റ് ആവാൻ പറ്റില്ല, ആ ഒരു ലെവലിലുള്ള സാധനങ്ങൾ വേണം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. ഇപ്പൊ ഓണ പർച്ചേസിങ് ഇത്ര രൂപയ്ക്കാണ് തുണി എടുക്കാൻ പോണത് എന്നൊരു പ്ലാനിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മുടെ ആ പ്ലാനിങ് എപ്പോഴും കറക്റ്റ് ആവാറുണ്ടോ? കാരണം നമ്മൾ ആ ഷോപ്പിൽ കയറിയിട്ട് കാണുന്ന സമയത്ത് മൊത്തം പുതിയ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടാവും, വെറൈറ്റി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഉദ്ദേശിച്ചു പോയ സാധനം ആയിരിക്കില്ല നമ്മൾ വാങ്ങിക്കുക അല്ലെ. അപ്പൊ ആ ഉദ്ദേശിച്ചു പോയ സാധനത്തിന് ഏകദേശം എമൗണ്ട് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. എങ്കിലും പക്ഷെ നമ്മൾ അവിടെ പോയി കണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ലെവല് മാറും, ബഡ്ജറ്റ് കൂടുതലും കൂടാൻ തന്നെയാണ് സാധ്യത അല്ലെ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കൊടുത്തിട്ടും സാധനം വാങ്ങിക്കും. എന്നാൽ അതിനു മുമ്പേ തന്നെ ആ കടയിൽ കയറുന്നതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ നമ്മുടെ എല്ലാരെയും ഒരു ചിന്താഗതി ഉണ്ട് അല്ലെ, അടിപൊളിയായിട്ട് വലിയ രീതിയിൽ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഷോറൂമിന്റെ പുറത്തു നിന്ന് കാണുമ്പോൾ തന്നെ പറയും അയ്യോ ഇവിടെ ഒന്നും കയറണ്ട, ഇവിടെ ഭയങ്കര വില കൂടുതലായിരിക്കും. അങ്ങനെ ഒരു തോട്ട് ലെവലാണ് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇതെല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം പുറമേന്ന് കാണുമ്പോൾ ഈ കടയിലൊന്നും നമ്മളെ പോലുള്ളവർക്ക് കയറാൻ പറ്റില്ല, കാരണം ഇവിടെയൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കുന്നത്. പക്ഷെ അതിന്റെ അകത്ത് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക എല്ലാ ആളുകൾക്കും എല്ലാ കസ്റ്റമേഴ്സിനും പറ്റുന്നത് പോലുള്ള എല്ലാ പ്രൊഡക്റ്റും അവിടെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഇതിന്റെ പുറമോടി കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പല സാധാരണക്കാരായ ആളുകൾ അതിന്റെ അകത്ത് കയറില്ല. എന്നാൽ വലിയ വലിയ കാശുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള പ്രൈസ് ഉള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് എടുത്ത്, നിനക്കൊക്കെ നല്ല മോഡലുകൾ കിട്ടുന്നുണ്ടല്ലോ, നല്ല റേറ്റിൽ കുറഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ ചോദിക്കുമ്പോൾ ഇത് ഇന്ന ഷോപ്പിൽ നിന്നാണ് പറഞ്ഞു തരും അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഞാനൊക്കെ വിചാരിച്ചത് ആ ഷോപ്പിൽ ഭയങ്കര വില കൂടുതലാണ്, ഇങ്ങനെയല്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതേപോലെ ഫിജി കാർട്ട് എന്നൊരു ബിസിനസ്സിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നാൽ നമ്മൾ ആദ്യം പറയും ഇതൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണ്, ഇതിൽ നമുക്ക് എന്താ പറയാ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെന്ന്. അത് ഇത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൽ പ്രൊഡക്റ്റ് ആണ്, ഇത്ര രൂപയുടെ പർച്ചേസിങ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ എടുക്കണം എങ്ങനെയൊക്കെ നമ്മൾ ആദ്യം പറയുന്ന സമയത്ത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പല ആളുകളും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അത് നുണയല്ലല്ലോ പറയണത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബിസിനസ്സിൽ എല്ലാ ആളുകളും നമ്മൾ പ്ലാൻ കൊടുക്കുന്ന എല്ലാവരും ജോയിൻ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജോയിൻ ആവുന്ന ആളുകൾക്ക് മാത്രമാണ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. അതായത് പാർട്ണർഷിപ്പ് എടുക്കേണ്ട ആളുകൾക്ക് മാത്രമാണ് പർച്ചേസിങ് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ബിസിനസ് പ്ലാൻ ആണ് ആളുകൾ ആദ്യം കേൾക്കേണ്ടത്. പക്ഷെ ഇവിടെ എല്ലാവരും ചെയ്ത് നേരെ തിരിച്ചാണ് അല്ലെ. പ്ലാനിന് പകരം ആദ്യം പറയാ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു, അതിനപ്പം എത്ര രൂപയായി, ഇതാ ഇത്ര രൂപയായി. അപ്പൊ നീ എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിച്ചത്, ഞാൻ ഇന്ന സാധനങ്ങളാ വാങ്ങിച്ചത്. അപ്പൊ അവര് കാൽക്കുലേറ്റ് ചെയ്യും എനിക്കത് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപയുടെ സാധനം എന്തിനാ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇവൾക്ക് കിട്ടാനാണ് എന്തിനാ ഞാനിത് വാങ്ങിക്കണേ, എനിക്കിപ്പോ വേറെ കുറഞ്ഞ വിലയ്ക്കും ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ പോലുള്ള സാധനങ്ങളും ഒക്കെ കിട്ടാനുണ്ട്, പക്ഷെ ഞാൻ എന്തിനാണ് ഇത് ചെയ്യണമെന്നായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ്. പക്ഷെ നമ്മൾ ആദ്യമേ ഇവിടെ എന്താണ് പറയണത്, പ്രൊഡക്റ്റ് പറയണ്ട. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ആണ് കൂടുതലും ഷെയർ ചെയ്യണം അല്ലെ. അപ്പൊ മറ്റുള്ളവർക്ക് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുകയും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഇൻകം കിട്ടാനുള്ള അവസരമാണ് ഫിജി കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതേപോലെ ഇനി ഇതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എങ്ങനെ പറയാം, എങ്ങനെ പറയരുത് അല്ലെ.
അപ്പം നമ്മള് പല ആളുകളും പറയുന്ന തെറ്റുകളൊക്കെ ഉണ്ടാവും. ഒരു കമ്പനി ഉണ്ട്, ജോയിൻ ചെയ്യുമോ? അല്ലെ? ഒരു കമ്പനി ഉണ്ട്, ജോയിൻ ചെയ്യുമോ? അപ്പൊ ആ കേൾക്കുന്ന ആള് എന്ത് കമ്പനി ആയിരിക്കും? അല്ലെ? അപ്പൊ എന്ത് കമ്പനിയാണ്? ഞാൻ എന്തിനാ നിന്റെ കൂടെ നീ പറയുമ്പോഴേക്ക് ജോയിൻ ചെയ്യണേ? അപ്പൊ നമ്മള് എന്തൊരു കാര്യവും നമുക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരും നിൽക്കില്ല. പകരം എന്താണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി കയറിയിട്ടുണ്ട്, നീയും രക്ഷപ്പെട്. അപ്പൊ നീ രക്ഷപ്പെടാൻ എന്താ ചെയ്ത്? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതെങ്ങനെ കിട്ടിയത്? ഇതെങ്ങനെ? എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു? ഇത്ര രൂപയുടെ. അപ്പൊ ഞാനിപ്പോ എന്തിനാ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് നിന്റെ കൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയറുന്നത്? എനിക്ക് ഇതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ കിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. അവിടെ നമ്മള് അത് കഴിഞ്ഞാൽ പറയും മണി ഏണിംഗ് ബിസിനസ് ആണ്, നിനക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ വലിയ പൈസ ഉണ്ടാക്കാന്ന്. അപ്പോഴായിരിക്കും 10-30 വർഷം പണിയെടുത്തിട്ടും, അല്ലെങ്കിൽ ആ പരിസരത്ത് ആരും ഇതേപോലെ ഇത്രയും വർഷം പണിയെടുത്തിട്ട് എല്ലാ വീട്ടിലും പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊന്നും ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടും വലിയ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാനോ വലിയ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ മൊത്തത്തിൽ കണ്ടു വളർന്നത് അങ്ങനെയാണ് അല്ലെ. അപ്പോ നമ്മൾ പെട്ടെന്ന് പോയിട്ട് പറയുകയാണ് നിനക്ക് വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കാം, അതും ഒരു ദിവസം 30,000 വരെയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ അങ്ങോട്ട് പറയും ആദ്യം തന്നെ. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ വിശ്വസിക്കില്ല അല്ലെ. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യണം. അപ്പൊ നിന്റെ കൂടെ ഇപ്പൊ എന്തിനാ ഞാൻ വർക്ക് ചെയ്യണം? ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു പോയ തെറ്റുകളൊക്കെ നമുക്ക് എന്താണ് ഇതിൽ ആഡ് ചെയ്യാം അല്ലെ. ഇനി ഇതിനെ എങ്ങനെ പറയാം? പറയരുതെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി എങ്ങനെ ഇതിന് പറയാം? നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മള് എല്ലാ ആളുകളും കോമൺ ആയിട്ട് ഓൺലൈനിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്, ഓഫ്ലൈനിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഫിജി കാർഡിന്റെ പ്രത്യേകത വെച്ചാൽ 2 തരത്തിലും ഇവിടെ വാങ്ങിക്കാം അല്ലെ. ഫിസിക്കൽ പർച്ചേസും ചെയ്യാൻ പറ്റും, എന്നാൽ ഡിജിറ്റൽ പർച്ചേസും ചെയ്യാം. അപ്പൊ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ എന്താ പറയാ ഈസി ആയിട്ട് ഒരു പർച്ചേസിങ് പറ്റും. അപ്പൊ ആദ്യമേ എന്താ പറയാ, നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്നേ അവർക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ അവരുടെ ഷോപ്പിംഗ് ബിഹേവിയർ ഉപയോഗിച്ച് ഒരു അഡീഷണൽ ഇൻകം ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ കഴിയുമെങ്കിലോ. അപ്പൊ നമ്മള് ഈ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് എന്താണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഈ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയാൽ, ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിനപ്പുറം ഒരു 500 രൂപ, അല്ലെ ഒരു ദിവസം ഒരു 500 രൂപ, അല്ലെ ഒരു മാസത്തിൽ ഒരു 10,000 രൂപ, ഇനി ചില ആളുകൾ ഒരു 5,000 എങ്കിലും കിട്ടിയാൽ മതി എന്ന ചിന്തയിലായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു 5,000 രൂപയെങ്കിലും അഡീഷണൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ജോലിയുടെ കൂടെ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ, നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഇൻകം നമ്മൾ സാധനം വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് നോക്കിക്കൂടെ? അങ്ങനെ നമുക്ക് പറയാം അല്ലെ. നമ്മൾ പണ്ടൊക്കെ എല്ലാരും ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഉപ്പ് മുളക് പാത്രത്തിലും ഇങ്ങനെ പല പാത്രങ്ങളിലും എന്തുണ്ടാവും, പൈസകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ആദ്യം ചിലപ്പോ പൈസ ഒന്നും തികഞ്ഞില്ല അല്ലെങ്കിൽ കിട്ടിയില്ല, നമ്മൾ ആദ്യം പോയി തിരയാ. എല്ലാരും ഉണ്ടിയ പാനികൾ അങ്ങനെയൊക്കെ ചെയ്യണതിന്റെ ഒപ്പം വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊക്കെ പല പ്രാവശ്യം ഈ സാധനം ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ അതൊന്ന് മിച്ചം വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യാം. അതേ സാധനം തന്നെയല്ലേ നമ്മൾ ഇവിടെ ചെയ്യണത്. നമ്മൾ ഇതുവരെ വാങ്ങിയ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോൾ നമുക്ക് വരുമാന മാർഗോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് അതേ ഷോപ്പിംഗ് മാത്രം നിങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ പറയണമെങ്കിൽ അവരതൊന്ന് കേൾക്കാൻ തയ്യാറാവും അല്ലേ. പിന്നെ അപ്പം ഇതാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബിസിനസ് മോഡൽ. അപ്പൊ നമ്മൾ ഇതിന്റെ മൊത്തത്തിലുള്ള വരുമാന സാധ്യതകളാണ് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ ബിസിനസ് പെട്ടെന്നൊന്ന് അതൊന്ന് കേട്ട് നോക്കിയാൽ കുഴപ്പമില്ല അല്ലെ. ഇത് നമ്മൾ ആദ്യം തന്നെ ഫിജി കാർഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം മുതൽ അവർ ഫോൺ എടുക്കുന്നില്ല മേഡം എന്നാണ് പറയാ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഇതിന്റെ സാധ്യത പറഞ്ഞു കൊടുത്തിട്ടില്ല. നമുക്കിപ്പോ ഏറ്റവും എക്സാമ്പിൾ എന്താ അറിയോ, ഒരു സീരിയൽ ഇവിടെ എല്ലാ വീട്ടിലും സീരിയൽ ഓൺ ആക്കി വെക്കുന്ന വീടുകളായിരിക്കും. അപ്പൊ അതിന്റെ അവസാനം അവർ കൊണ്ട് നിർത്തുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. ഇങ്ങനെ നമ്മളെ നാളത്തെയും കൂടി ഇന്ന് തന്നെ കാണണം, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളത് ഇന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട്
ആ ഒരു നമ്മുടെ എക്സൈറ്റ്മെന്റിൽ കൊണ്ടുപോയിട്ട് വെക്കില്ലേ, ഇതേ സാധനം തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. കാരണം ആ വ്യക്തികൾ ഇത്രയും കാലം ഇതൊന്നും ചെയ്തിട്ട് കിട്ടാത്തൊരു സാധനം ഇവിടെ നിന്ന് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഇവരെല്ലാവരും പ്ലാന് കേൾക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. കാരണം അവർക്ക് ആവശ്യമില്ലാത്ത സാധനം എന്തിനാ നമ്മൾ കേൾക്കണത്? ഇപ്പൊ നമ്മൾ തന്നെ പല സമയത്തും നമ്മളോട് പ്ലാന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലെ? ഞാനൊക്കെ അങ്ങനെ ആലോചിക്കും, എത്ര വട്ടമാണ് എന്താണ് അതിനെ അവോയ്ഡ് ചെയ്തത്. വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത കാര്യം. അപ്പം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പുറകെ തന്നെ ഒരാള് ഇതുമായിട്ട് വരുന്നത്? തുടക്കക്കാരന്റെ ചിന്താഗതി എനിക്ക് പുതിയ ആളെ കിട്ടണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിലൊരാളെ ആവണം എന്നതാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുക എന്താ ഇത് മാക്സിമം എത്ര ആളുകളിലേക്ക് എത്തിക്കാം, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ഈ കഴിവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞിട്ടും അവരുടെ ലൈഫ് വലിയ സെറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതേ മൈൻഡ് സെറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെ? ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഇതേപോലെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ആദ്യം തന്നെ നേരിട്ട് ചിലപ്പോൾ പറഞ്ഞെടുക്കുന്നുണ്ടാവില്ല. അപ്പൊ സോഷ്യൽ മീഡിയ വഴി കണ്ട ആളുകൾക്ക് നമ്മൾ ആദ്യം മെസ്സേജ് ആണ് അയക്കുക അല്ലെ? ഇങ്ങനെ നമ്മൾ പലതരത്തിലും ഈ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ചാടിക്കയറി റോട്ടിൽ കണ്ട ഒരാള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരാളായിരിക്കും, അയാളെ റോട്ടിൽ നിന്ന് കാണാണ്, ചാടി കയറി പിടിച്ച് അവിടെ ഇരുത്തി ഇപ്പൊ തന്നെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്ലാൻ കൊടുക്കും അല്ലേ? അങ്ങനെയാണോ നമ്മുടെ ബിസിനസ് ചെയ്യേണ്ടത്? ഏകദേശം 900 കോടി ടേൺ ഓവറിൽ പ്രവർത്തിക്കുന്ന കമ്പനീനെ ചന്തയിൽ മീൻ വിൽക്കണ അല്ലെങ്കിൽ പച്ചക്കറി ചന്തയിൽ വിൽക്കുന്ന ലെവലിൽ നമ്മൾ അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട്, ഞാൻ കുറെ ആളുകളോട് പറഞ്ഞു, അവരൊന്നും വന്നില്ല. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും അങ്ങനെ കാണുന്നവരോടും ഒക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അവരാരും വന്നില്ല. ഇതാണ് എല്ലാരെയും പ്രശ്നം അല്ലേ? എന്നാൽ നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം പ്രകാരം പൂർത്തിയാവാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ സിസ്റ്റം പ്രകാരം എങ്ങനെ നമുക്ക് പോണം, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം ഇവിടെ എത്ര വട്ടം എത്ര പേര് പറഞ്ഞാലും, ഇതിന്റെ അനുഭവം ഉള്ള ആൾക്കാർ പറഞ്ഞാലും, എൻ്റെ ആളുകളെ ഞാൻ കണ്ടെത്തും, ഞാൻ തന്നെ പ്ലാന് കൊടുക്കും, ഞാൻ തന്നെ എൻ്റെ സിസ്റ്റം പ്രകാരം പോവും. എനിക്ക് അറിയുന്ന ആളുകൾക്ക് മുഴുവൻ ഞാൻ ഇത് വിളിച്ചു പറയും. ആരൊക്കെ എന്നോട് ഫിജി കാർഡിനോട് ചോദിച്ചോ ജോയിൻ ചെയ്ത് ഇന്ന് മുതൽ എന്തൊക്കെ നമുക്ക് ഫിജി കാർഡിനെ കുറിച്ച് അറിയാം, ഇത് മൊത്തം അപ്പം അങ്ങോട്ട് അവരോട് പറയും അല്ലേ? ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നമുക്ക് പോകാൻ പറ്റില്ല എന്ന് 100 അല്ല 1000 തവണ ഉറപ്പിച്ചിട്ട് തന്നെ ഞാനിവിടെ പറയും. കാരണം മുന്നേ പോയ ആളുകളുടെ അനുഭവമാണ് അല്ലേ? നമ്മളൊക്കെ ചെയ്ത തെറ്റുകളായിരിക്കും, പക്ഷെ പിന്നീട് മനസ്സിലാക്കിയ സമയത്ത് തിരുത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് നമുക്ക് മാറ്റം ഉണ്ടായത്. പുതിയ ആളുകളുടെ അടുത്താണ് പറയണത്, ദയവ് ചെയ്തിട്ട് ഇനിയും അങ്ങനെ ചെയ്ത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ പോയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോവാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത്, വീണ്ടും 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 എല്ലാവരും പറയുന്നുണ്ട്, ആദ്യം ചെയ്യേണ്ടത് ലിസ്റ്റ് ആണ്. കാരണം ഇതൊരു ബിസിനസ് ആണ് അല്ലെ? ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് കസ്റ്റമേഴ്സ് ആണ്. അപ്പം നമുക്ക് എങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് വേണ്ടത്? സാധാരണ കടയിൽ കസ്റ്റമർ വരുന്ന സമയത്ത് അവരുടെ ജോലിയോ അവരുടെ ക്വാളിഫിക്കേഷനോ അവരുടെ എക്സ്പീരിയൻസോ അവരുടെ ക്യാരക്ടറോ അവരുടേതായ ഒരു കാര്യങ്ങളും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മുടെ കടയിൽ സാധനം വാങ്ങിച്ചു, അതോടുകൂടി പിന്നീട് ചിലപ്പോൾ ആ കസ്റ്റമർ ആ കടയിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമുക്ക് അവരുടെ എല്ലാ ക്വാളിറ്റിയും നോക്കിയിട്ടല്ല നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കുക. എന്നാൽ ഫിജി കാർഡ് തികച്ചും വ്യത്യസ്തമാണ്. എന്താന്ന് വെച്ചാൽ ഫിജി കാർഡിലൂടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന ആളുകള് ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതോടൊപ്പം ഈ കമ്പനിയിൽ ലൈഫ് ടൈം പാർട്ണർഷിപ്പും കൂടിയാണ് ചെയ്യണത്. അപ്പൊ ഒരു പാർട്ണർ എന്ന് നോക്കുന്ന സമയത്ത് ആ പാർട്ട്നേഴ്സ് അല്ലേ ആ ഷോപ്പിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ടത് ആൾക്കാര്. അപ്പൊ ഇതേ പാർട്ട്നേഴ്സ് തന്നെയാണ് ഇതിന് കുറ്റം പറഞ്ഞു നടക്കണമെങ്കിലോ, അല്ലെങ്കിൽ അവര് തന്നെയാണ് ഇതിൽ വളരെ മോശമായി ചിത്രീകരിക്കണമെങ്കിലോ ആ ഷോപ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കൂടി ഒരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പിനെ ഇതിൽ പല ആളുകളും കുറ്റവും പറയും, കുറെ ആളുകൾ നല്ലതും പറയുമെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം അല്ലേ? അപ്പം
ഇതിനെ നമ്മളൊരു സിസ്റ്റം പ്രകാരമാണ് പോണെങ്കിൽ എല്ലാവർക്കും ഒരേ റൂട്ടാണ് അവിടെ എത്താനുള്ളത്. അതിന് ആദ്യത്തെ കാര്യം ലിസ്റ്റ് ആണ്. എന്തിനാ ലിസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ കൃത്യമായി ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയോ എല്ലാ ആളുകളും നമ്മുടെ കൂടെ കപ്പാസിറ്റി ഉള്ള ആളുകളാണോ? അവർക്ക് എന്തൊക്കെ കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ ഇന്ന ലെവലിലേക്ക് എത്തുന്നോ, ഇവരിങ്ങനെ നന്നായി സംസാരിക്കുന്നോ, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഇത്രയൊക്കെ കഴിവ് ഒളിപ്പിച്ചു വെച്ചിട്ടാണോ ഇവരിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. കാരണം ഇതിനൊക്കെ ഉദാഹരണങ്ങൾ ഇവിടെ തന്നെ ഇഷ്ടംമാരുണ്ട്. ഞാൻ തന്നെ വലിയ ഒരു ഉദാഹരണമാണ്. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാലെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുള്ള ഒരാള്, പിന്നെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ആള്. കാരണം നമ്മൾ ഒരു പർച്ചേസിങ് ചെയ്യുമ്പോൾ സാധനം കൊടുക്കുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള കണക്ഷൻ വിടുന്നില്ല അല്ലെ. ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാനുള്ള ആളുകളെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണത്. അപ്പൊ അതിന് അത്രയും പ്രീഷ്യസ് ആയ ആളുകൾ വേണ്ടേ ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലിസ്റ്റ് ഇടണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ലിസ്റ്റ് ഇടില്ല. ഇന്നെങ്കിലും ഇത് പ്രകാരം പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര പണി നമുക്ക് ലിസ്റ്റ് ഇടാൻ? നമുക്കിപ്പോ എന്തൊരു കാര്യത്തിന് ഇപ്പൊ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കണം, നമ്മൾ ലിസ്റ്റ് ഇടും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ലിസ്റ്റ് ഇടാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ലിസ്റ്റ് എന്ന് പറയണത് നമ്മൾക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കാൻ പറ്റിയ ആളുകൾ അല്ലെ, ആർക്കൊക്കെ ഇത് കൊടുക്കാം, ആ കൊടുക്കാൻ പറ്റിയ ആളുകൾ ആരൊക്കെയാണ്, അവരെ കണ്ടെത്താനാണ് ലിസ്റ്റ്. അപ്പൊ നമുക്ക് സത്യത്തില് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്തുണ്ട്, നമുക്ക് അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്, അവരുടെ മൊത്തത്തിൽ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് അല്ലെ. ഒറ്റ മിനിറ്റ്. അപ്പം നമ്മളിവിടെ എന്താണ് ഒരുപാട് തരത്തിലുള്ള ആളുകളെ നമുക്കറിയാം. പക്ഷെ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്കറിയില്ല. അപ്പൊ മൊത്തത്തിൽ അറിയുന്ന ആളുകൾ ചിലർ പറയും ആകെ മാഡം 20 പേരെ എന്റെ ലിസ്റ്റിലുള്ളൂ. ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ ഈ ഒരു പ്രായത്തിന്റെ ഇടയ്ക്ക് 20 ആളെ മാത്രമാണോ നമുക്ക് പരിചയമുള്ളൂ ഈ ലോകത്തില്? എത്രയോ ആളുകളെ ഇപ്പൊ നമ്മള് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്യാസ്, വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അതേപോലെ ഇലക്ട്രീഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളം, ഇങ്ങനെ പലതരത്തിൽ വരുന്ന ആളുകളുടെ കണക്കെടുത്താൽ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാരായിരിക്കും. പിന്നെ നമ്മൾ പോണ കടകള്, എത്ര കടകളിൽ നമ്മൾ പോവാറുണ്ട്, എത്രയോ ഫ്രണ്ട്സിനെ നമുക്ക് അറിയാറുണ്ട്. അതും അല്ലെങ്കിൽ ഒരു വീട്ടിൽ 2 or 3 സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ വീട്ടിലൊക്കെ എത്ര ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു അനിയത്തിനെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടാക്കിയെന്ന് വെച്ചാൽ ആ വീട്ടിൽ നമുക്ക് അനിയത്തിനെ മാത്രമാണോ അറിയുള്ളൂ? എന്നാൽ ഈ പറഞ്ഞ എല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ, ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒന്നും ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്താത്തത്? അപ്പൊ നമ്മൾക്കറിയുന്ന, ഇപ്പൊ എനിക്ക് ഇതിലിരിക്കുന്ന ഇപ്പൊ സുന്ദരി മാഡത്തിനെ എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ സുന്ദരി മാഡത്തിനെ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ. എന്തുകൊണ്ടാണ് ലിസ്റ്റില് സുന്ദരി മാഡമായിട്ടും സുന്ദരി മാമിനും എനിക്കും കോമൺ ആയിട്ടുള്ള ആളുകളെ ഞാൻ ഉൾപ്പെടുത്താത്തത്? അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്? ആകെ എനിക്ക് 20 ആളേ ഉള്ളൂ. എന്തുകൊണ്ടാ അറിയോ അത് പറയണത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട്, ഇതിൽ അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ രക്ഷപ്പെടുമെന്ന് നമുക്ക് വിശ്വാസം ഇല്ല അല്ലെ. ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റില് നമ്മളൊരു വൈഡ് ലിസ്റ്റ് ഇട്ട് അതിൽ നിന്നൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും നമുക്കത് ആർക്ക് കൊടുക്കണം എന്ന്. അങ്ങനെ ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകളെ കണക്ട് ചെയ്യണം അല്ലെ. ലിസ്റ്റ് ഇട്ടു, പിന്നെ ഞാൻ അവർക്കൊന്നും പ്ലാൻ കൊടുക്കില്ല. ലീഡറെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ആവശ്യം? ഒരു ആവശ്യമില്ല. കാരണം ഈ ഒരു പാർട്ണർ മാത്രമല്ല ആ ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലെ. അത് മാത്രമല്ല അവർക്ക് പ്ലാൻ കൊടുക്കാൻ അറിയാം. അതുകൊണ്ട് സ്വന്തമായിട്ട് പ്രസന്റേഷൻ കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ പറ്റിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് നമ്മളെ തന്നെ പറ്റിക്കണത്. അപ്പം ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ ലിസ്റ്റിലുള്ള ആളുകൾക്കേ നമ്മൾ അപ്പൊ പ്ലാൻ കൊടുക്കുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഇത്ര പേർക്ക് പ്ലാൻ കൊടുത്തു എന്നറിയാം, അവരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു എന്നറിയാം, ആ വ്യക്തികൾ എത്ര പെട്ടെന്ന് വരുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവരെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? വീട്ടമ്മയാണോ, എന്താ പറയാ, പാർട്ട് ടൈം ജോലി അന്വേഷിക്കണാണോ, സ്റ്റുഡന്റ് ആണോ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ആളുകളാണോ അവരെ സമയം എപ്പോഴാണ് നമുക്കത് അറിയണം. അപ്പൊ എനിക്കാണ് ഇപ്പൊ സുന്ദരി മാഡം കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തണമെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കും ഇവരെന്താ ചെയ്യണേ, ഇവരെ വീട് എവിടെയാണ്, ഇവര് വർക്ക് ചെയ്യണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ജോലിക്ക് പോണ ഒരാളെ പോയിട്ട് ഒരു 11 മണിക്ക് പ്ലാൻ കൊടുക്കുക പറഞ്ഞാൽ നമുക്ക് നടക്കില്ല അല്ലെ. അപ്പൊ അവരുടെ സമയം, അവർക്ക് ഓക്കെ ആയ സമയത്ത്, ഇപ്പൊ പ്രഷറായി നിൽക്കുന്ന സമയത്ത് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലാണ് നമ്മളത്ത് പെരുമാറാന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ സമയത്തിന് നമ്മൾ വലിയ വാല്യൂ കൊടുക്കണം.
പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും നമ്മൾ വാല്യൂ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ കൊടുക്കണം അല്ലേ? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ. അവർക്ക് പെയിൻ പോയിന്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ, ഇത് വന്നാൽ എനിക്ക് മെച്ചം ഉണ്ടാവും എന്നത് മാത്രമാണ് അപ്പൊ അവിടെ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കഥ മൊത്തം പറയും അല്ലേ? ഫിജി കാട്ട് എന്താണെന്നും ഇതുവരെ ബിസിനസ്സിൽ കേട്ട കാര്യങ്ങളും അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ എവിടെ പറയും? ഇൻവിറ്റേഷനിൽ തന്നെ കൊടുക്കും. പിന്നെ അവരിങ്ങോട്ട് വരുമോ? വരില്ലല്ലോ. അപ്പോൾ ഇപ്പൊ സീരിയലിന്റെ ക്ലൈമാക്സ് ആലോചിക്കുക, സീരിയലിന്റെ ലാസ്റ്റ് ഭാഗം. അങ്ങനെ പോയിന്റ് അടുത്തത് എന്താണെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് മാത്രമാണ് അവിടെ ചെയ്തു വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഇൻവിറ്റേഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ പ്ലാൻ കൊടുക്കാൻ നമ്മൾ ആ പ്ലാൻ അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് പോവാ ആദ്യം തുടക്കത്തിലൊക്കെ. അപ്പൊ അതിന് ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഇത് ഒരിക്കലും ഒരു ലീഡറിനെ ഞാൻ വിളിക്കില്ല, വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ലീഡർക്കാണോ ആവശ്യം, പാർട്ട്ണർക്കാണോ ആവശ്യം ഈ ഒരു ബിസിനസ്? ഇപ്പൊ എനിക്ക് വരുമാനം കിട്ടിയാൽ ഒരിക്കലും എന്റെ പാർട്ട്ണറിന് കൊടുക്കില്ല, പാർട്ട്ണറിന് വരുമാനം കിട്ടിയാൽ എനിക്കും തരില്ല. പിന്നെ നമ്മുടെ ആവശ്യം നടക്കാനല്ലേ നമ്മൾ ഈ ബിസിനസ് ചെയ്യണത്. അപ്പം ആ വ്യക്തിയുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. നേരത്തെ ഇപ്പൊ മാഡം ഇപ്പൊ തന്നെ വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ? കാരണം നമ്മൾ ഇതേപോലെ ഒരുപാട് പേരടുത്ത് കമ്മിറ്റ്മെന്റ് ആയിരിക്കും. അവർ ഈ സമയത്ത് കൊടുക്കാൻ പറയും, മറ്റവർക്ക് അങ്ങോട്ട് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നേരത്തെ കൂട്ടി ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് ഇന്ന സമയത്ത് കൊടുക്കാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ലീഡേഴ്സിനോടത്തും പറയാം, മാഡം ഇന്ന് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാലോ, അവർ ഇന്ന സമയം ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേറൊരാൾ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കില്ല അല്ലെ? ആ സമയത്ത് ഇവരുടെ കൂടെ പോവാന്നുള്ള ലെവലിൽ. അങ്ങനെ ആ പ്ലാന് കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല അവരെ. കാരണം അവര് അവര് കേറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ പ്ലാന് പറയുമ്പോ തന്നെ കണ്ടില്ലേ മാഡം, അവരിങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. വളരെ തെറ്റായ കാര്യമാണ്. കാരണം ആ സിറ്റുവേഷനിൽ അവർ എങ്ങനെയായിരുന്നോ അതാണ് നമ്മളോട് പെരുമാറുക അല്ലെ? ചിലവര് ചാടി കയറി ഞാൻ ഉണ്ട് പറയും, എന്നിട്ട് ബില്ലൊക്കെ ഇട്ട് കഴിയുമ്പോ അയ്യോ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ നമുക്ക് മറികടക്കാനാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. എത്ര വട്ടം? ഒരു ഏകദേശം മിനിമം 9 തവണ എന്ന് പറയുമെങ്കിലും ബോച്ചെ പറഞ്ഞത് അങ്ങനെയല്ല, അവര് ജോയിൻ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ. ഇത് രണ്ടുമാണ് ഫോളോ അപ്പ് അല്ലെ? അപ്പൊ എത്ര വട്ടം പറഞ്ഞ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് വെറുപ്പിക്കുക എന്നല്ല, ഓരോ വട്ടം ഫോളോ അപ്പ് ചെയ്യണ സമയത്ത് അവർക്ക് ഇതിൽ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ ഫോളോ അപ്പ്. അപ്പൊ ആദ്യമേ എല്ലാം കൊണ്ടുപോയി കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തിനാ വെച്ചാൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഡയലോഗ് വേണ്ടേ? ആദ്യം തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പൊ ഓരോ തവണ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്തൊരു തരത്തിൽ അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം അല്ലെ? അപ്പൊ തിരക്ക് പിടിച്ച സമയത്ത് അവരെ ചിലപ്പോൾ കേൾക്കാൻ ഒരാളില്ലാണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം കിട്ടുന്നതൊന്നും ആരും പറഞ്ഞു തരില്ല. ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ അവർക്കൊരു ആശ്വാസമായിട്ടാണ് അവിടെ നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർ നാളുകളിൽ നമ്മുടെ കൂടെ ചെയ്യും. എന്നാൽ വിളിച്ച് വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പർ താൽക്കാലികമായി ഉപയോഗത്തിലില്ല എന്നായിരിക്കും തിരിച്ചു കേൾക്കുക അല്ലെ? അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ തരത്തിൽ ഫോളോ അപ്പ് ചെയ്യാം? പ്ലാന് കൊടുക്കണം, നമുക്ക് നേരിട്ടും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം അല്ലെ? പിന്നെ നമ്മുടെ സ്റ്റാറ്റസുകൾ. പല ആളുകളും സ്റ്റാറ്റസിന് ഭയങ്കര പിശുക്ക് കാണിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ആളുകൾ വരാനും ഭയങ്കര പിശുക്ക് കാണിക്കും. കാരണം ഞാൻ എന്താണെന്ന് ഈ ലോകം മുഴുവൻ അറിയിക്കാൻ എനിക്ക് ഫ്രീ ആയി കിട്ടിയ ഒരു അവസരമാണ് എന്റെ സ്റ്റാറ്റസുകൾ ഇല്ലേ? ഇപ്പൊ മഞ്ജു വാര്യര് മൈജിയില് പരസ്യം ചെയ്യുന്നുണ്ട് അല്ലെ? കോടികൾ വാങ്ങിയിട്ടാണ് മഞ്ജു വാര്യര് അഭിനയിക്കണമെങ്കിൽ കോടികൾ കൊടുത്തിട്ടാണ് ഈ പരസ്യ കമ്പനി ഇവരെ എന്ത് ചെയ്യണത്? ഇതിൽ അഭിനയിപ്പിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും കോടികൾ സ്റ്റാറ്റസ് വെക്കാൻ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണോ? നമ്മുടെ ഫോണ്, നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറി അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റോറി, ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്. ആർക്കും പൈസ കൊടുക്കണ്ട. അങ്ങനെ പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം പോലും ചെയ്യണില്ല അല്ലെ? എന്താ പറയുക, നാണക്കേടാണ് ഫിജി കാർട്ടാണ് ചെയ്യണത് പറയാൻ. അങ്ങനെ ചിന്തിക്കുമ്പോ എത്രയും പെട്ടെന്ന് നിർത്തി പോവാണ് ഏറ്റവും നല്ലത്. കാരണം കോടികൾ തരാൻ തയ്യാറുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. കോടികൾ വാങ്ങിക്കാൻ പറ്റുന്ന നമുക്കും അറിയാം, ഇത് വാങ്ങിയ ആളുകളെയൊക്കെ നമുക്കറിയാം. എന്നിട്ടും നമുക്ക് നാണക്കേടാണ് ഞാൻ ഫിജി കാർട്ടാണ് ചെയ്യണത് പറയാം. ഈ ടാഗ് ഒന്നും ഇടാൻ ഭയങ്കര നാണക്കേടാണ് അല്ലെ? ഇന്നലത്തെ 7am കേട്ടില്ലേ? പോലീസുകാർ വന്ന സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ ഈ സാധനമാണ്. കാരണം നമ്മുടെ ഐഡന്റിറ്റി ആണിത്. കുട്ടികൾക്കൊക്കെ നമ്മൾ ടാഗ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഫൈന് വരും പറയുമ്പോൾ അത് കൃത്യമായിട്ട് ആലോചിക്കും, നമ്മൾ ഈ സാധനം ഉപയോഗിക്കില്ല. ഇതിന് അത്രയും വാല്യൂ ഉണ്ട്, കോടികൾ ആസ്തിയുള്ള കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് തെളിവാണിത് അല്ലെ? അപ്പൊ നമ്മുടെ ഫോളോ അപ്പില് ചെയ്യണ സമയത്ത് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക, വീഡിയോസ് അയച്ചു കൊടുക്കുക, അങ്ങനെ പലതും കണ്ട് കണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്
അവർക്ക് തന്നെ തോന്നും ഇത് പറഞ്ഞത് കൊള്ളാല്ലേ. ഇപ്പൊ തന്നെ ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സ്റ്റാറ്റസ് വെച്ചപ്പോ എത്രയാണ് റേറ്റ് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കാരണം അത് ഇട്ടത് കൊണ്ടല്ലേ അത് ചോദിച്ചത്, ഇതിന് എത്ര റേറ്റ്. കാരണം ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സാരി ഉണ്ടാവും, അതിന് എത്ര റേറ്റ് ചോദിച്ചിട്ട് ഇപ്പൊ മെസ്സേജ് വന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇട്ടാലല്ലേ അത് ആളുകൾ കാണുള്ളൂ, അതും ഫ്രീ ആയിട്ട്. അങ്ങനെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകളെ ഈ പറഞ്ഞ ആദ്യം മുതൽ ഉള്ള കാര്യങ്ങൾ വീണ്ടും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ പിന്നത്തെ ഡ്യൂട്ടി. അതിനെയാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാ. കാരണം ഇവിടെ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. ഈ പുതിയ വന്ന വ്യക്തികളും ലിസ്റ്റ് ഇടാൻ പറയണു, കണക്ഷൻ അവര് തരാൻ പറയണു, ഇൻവിറ്റേഷൻ കൊടുക്കണു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുക്കുന്നു, അവരെ ഫോളോ അപ്പ് ചെയ്യണു. ഇത് മാത്രമല്ലേ ഇവിടെ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ ഇത് മാത്രത്തിന് പകരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണത് കൊണ്ടാണ് ഡിലേ ആവുന്നത്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം വാട്സപ്പ് ആണ് അല്ലെ. വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 70% വാല്യൂ വേണം, പിന്നെ 20% റിലേഷൻഷിപ്പ്, 10% ഓപ്പർച്യൂണിറ്റി അല്ലെ. അപ്പം നമ്മൾ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ചെയ്യണത്? അതായത് നമ്മുടെ ബിസിനസ് ഗ്രൂപ്പ് അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആളുകൾ, ഇവരൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം. ഇപ്പൊ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. ഇതില് നമ്മൾ ഒരുപാട് നമ്മുടെ ഫോണിൽ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നമ്മളെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ നമ്പറൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ട് അതിലൊക്കെ ആഡ് ചെയ്യാണ്. പറയാൻ നമുക്ക് അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല അല്ലെ, അഡ്മിൻ ഓൺലി ആക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഫോണിൽ സ്ഥിരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എത്രയോ മറ്റേ ഈ ക്രാഫ്റ്റുകൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കേക്ക് മേക്കിംഗ്, മറ്റേത് മറിച്ചത്, അല്ലെങ്കിൽ ട്യൂഷൻ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കും അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കൂടാ? കാരണം അതിൽ നമ്മുടെ പാർട്ട്നേഴ്സിനെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയുന്ന ആളുകളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ വരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ ഫിജിക്കാന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഇല്ലേ, അതേപോലെ നമ്മൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ വരുന്ന കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ ദിവസവും അവർ തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതൊരു വിശ്വാസം വരും അല്ലേ. അപ്പൊ അതിൽ നമുക്ക് പ്രൊഡക്റ്റ് നോളേജ് കൊടുക്കാം, പിന്നെ നമ്മൾ ഡെയിലി യൂസ് ടിപ്സ് കൊടുക്കാം, കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് കൊടുക്കാം, പിന്നെ അതുപോലെ ചെറിയ ബിസിനസ് മൈൻഡ് സെറ്റിന്റെ ടിപ്സ് കൊടുക്കാൻ പറ്റും, അതുപോലെ സക്സസ് ആയ സ്റ്റോറീസ് കൊടുക്കാൻ പറ്റും, ട്രെയിനിങ് വീഡിയോസ് കൊടുക്കാൻ പറ്റും, ടീം ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും, ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും. ഈ സംഭവങ്ങളൊക്കെ, ഇത്രയും സബ്ജക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിരന്തരമായി ഇട്ടുകൊണ്ടിരുന്നാൽ, മാഡം കുറേ പേര് കാണുന്നുണ്ട്, ആരും വരുന്നില്ല. പക്ഷെ നമ്മളൊക്കെ അവിടെ വന്നില്ലേ, നമ്മൾ ഇതുപോലെ സ്ഥിരമായിട്ട് ആരുടെയൊക്കെയോ എന്തൊക്കെയോ കണ്ടതും കൊണ്ട് എപ്പോഴോ ഒരു സുപ്രഭാതത്തിൽ ബൾബ് കത്തിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ പറഞ്ഞ വഴിക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ആരും പൈസ എടുത്ത് തന്നതോ അങ്ങനെയല്ല അല്ലെ. വളരെ ചെറിയ ആളുകൾ ഉണ്ടാവും അങ്ങനെ ചെയ്തത്. എന്റെ അനുഭവത്തിൽ അസ്ലിയ മാഡം അങ്ങനെ ചെയ്ത ഒരാളാണ്. പറഞ്ഞു, ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞില്ല, കാരണം ആൾക്ക് ഓൾറെഡി ഇതുപോലൊരു ബിസിനസ് ആവശ്യമായിരുന്നു. അതുപോലെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുന്നു. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്തപ്പോ സെറ്റായി. ഇതിൽ ചെയ്താൽ എനിക്ക് പ്രൊഡക്റ്റും കിട്ടും, ഒപ്പം ഞാൻ അന്വേഷിച്ച് നടന്ന അവസരവും കിട്ടും എന്നതുകൊണ്ടാണ് ആള് പെട്ടെന്ന് ജോയിൻ ആയത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് ഒക്കെ ഇങ്ങനെയായി, അത് ഇപ്പോഴും കട്ടിലിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയ്യോ എന്തൊരു വിലയാണ് സാധനങ്ങൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഡെയിലി നമ്മൾ എന്തൊക്കെയാണ് അതിന് ചെയ്യുന്ന കാര്യങ്ങളെന്നും കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ്, ഇത് വാങ്ങി ഉപയോഗിച്ച കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് നമ്മൾ വീഡിയോ എടുക്കുക, എന്നിട്ട് അത് നമ്മൾ ഇതിൽ ഇട്ടുകൊടുക്കുക. ഇതുവരെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ. അതിനാണ് BOP സെന്ററുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം അവിടെ വരുന്ന ഓരോ ആളുകൾ അവിടെ വന്നു വേഗം എന്തൊക്കെയൊക്കെയോ ചെയ്തു ഓടി തിരിച്ചുപോയി. പകരം അവിടെ എത്രയോ ലീഡേഴ്സ് ഉണ്ട് അല്ലെ, അവരുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ എടുക്കുക. ജസ്റ്റ് ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത്, സാറ് എങ്ങനെയാണ് ഇതിൽ വരാൻ സാധിച്ചത്, മാഡം എങ്ങനെയാ വന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെയാ ചെയ്തത്, വിജയിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകളുടെ റിസൾട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആളുകളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ, റിവ്യൂ നോക്കിയിട്ടല്ലേ സാധനങ്ങൾ വാങ്ങിക്കുക ഓൺലൈനിൽ. അതേപോലെ കസ്റ്റമറിന്റെ എക്സ്പീരിയൻസുകൾ നമ്മൾ മാക്സിമം വീഡിയോസ് എടുക്കുക. ഇന്ന് മുതൽ എല്ലാവരും അതൊന്ന്
ഒന്ന് ശ്രദ്ധിക്കുക. എത്രയോ വട്ടം പല ആളുകൾക്കും നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ റിസൾട്ട് നിങ്ങൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടും എന്ന് പറയുന്നുണ്ട് അല്ലേ? കേൾക്കണില്ല? പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ചെയ്യുക. കാരണം നമ്മൾ ChatGPT-യിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റർ ആക്കി വെച്ചു. പകരം നമ്മുടെ ഒരു വീഡിയോ കുറെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഉപയോഗിച്ച റിസൾട്ട് ഈ സാധനം അന്ന് നിർത്തിയതാണ്. അങ്ങനെ നിർത്താൻ തുടങ്ങിയതല്ല, അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ടായി ചെയ്യുക. കാരണം നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ റിസൾട്ട് നമ്മൾ തന്നെ പറയാം. ഇപ്പൊ എന്നോട് പറയണേ, എന്താ നീ ഉപയോഗിക്കുന്നത്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്താ മാറ്റം വന്ന്? നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡർ വരാൻ തുടങ്ങി ഈ സാധനത്തിന്. കാരണം നമ്മൾ പറയാണ്ട് തന്നെ നമുക്ക് എന്താണ് ഓർഡർ വരാൻ തുടങ്ങി ഈ സാധനത്തിന്റെ റിസൾട്ട് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ നമ്മളപ്പോ ഇതൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ഫോണിൽ എപ്പോഴും എന്ത് വേണം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവുള്ള സംഭവങ്ങൾ, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പിന്നെ അതേപോലെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ വേണം. അതിന് ഡെയിലി യൂസിങ് ടിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്ന സെയിൽ എക്സിക്യൂട്ടീവിന്റെയും സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെയും അല്ലെങ്കിൽ ഇൻകം പോസ്റ്ററുകളും അതുപോലെ 30,000 വാങ്ങിച്ചതും 50 ലക്ഷം അങ്ങനെയൊക്കെ വാങ്ങിയതൊക്കെ നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? കാരണം എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല മാഡം എന്നാണ് പറയാറില്ലേ? എന്നിട്ട് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ അപ്പൊ വിളിക്കും, മാഡം ആ പോസ്റ്റർ ഉണ്ടോ അല്ലെങ്കിൽ ആ വീഡിയോ ഉണ്ടോ ഒന്ന് അയച്ചു തരുമെന്ന്. അപ്പൊ ആ വ്യക്തി നമ്മളെ അളക്കും അവിടെ നിന്നിട്ട്. ഇതുപോലും സ്വന്തമായിട്ട് ഇല്ലാണ്ടാണോ ഇവര് ബിസിനസ് ചെയ്യാൻ നടക്കണമെന്നായിരിക്കും ചിന്തിക്കുക. പല കസ്റ്റമറും പല തരത്തിലായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇതൊക്കെ ആൽബം ആയിട്ട് സെറ്റ് ചെയ്യണം അല്ലെ? അതിന് ആവശ്യമുള്ള സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലാത്തതിനെ കളയുക. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ എക്സ്പീരിയൻസും കൂടി അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശ്വസ്തതാവും. പിന്നെ ചെറിയ ബിസിനസ് മൈൻഡ് സെറ്റ് കൊടുക്കുക. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഇന്നതൊക്കെ ചെയ്താൽ നമ്മൾ വിജയിക്കുന്ന ലെവലിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ, അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള ടിപ്സും കൂടി നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മളത് വിശ്വാസം ഉണ്ടാവും അല്ലേ? പിന്നെ അതുപോലെ വിജയിച്ച ആളുകളുടെ കഥകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. എത്ര എക്സാമ്പിൾ ആണ് സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ BOP ഹാളിൽ പോയി എന്തിനാണ് ആ മൊബൈൽ കൊടുത്തിരിക്കണമെന്ന് പല ആളുകൾക്കും ചോദിക്കാറുണ്ട് അല്ലെ? അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ലീഡേഴ്സ് കയറുന്ന സമയത്തും SDE SM ഒക്കെ കയറുന്ന സമയത്ത് അവരൊക്കെ എക്സ്പീരിയൻസ് പറയും. ഇതൊക്കെ എടുത്ത് യൂട്യൂബിലും ഇൻസ്റ്റയിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി ഒക്കെ ആയിട്ട് വെച്ചൂടെ? കാരണം അതൊന്നും എടുക്കില്ല. കാരണം ഫോണിൽ സ്റ്റോറേജ് ഇല്ല പറയും. BOPക്ക് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ ഒന്ന് സ്റ്റോറേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോവാ. പക്ഷെ BOPക്കേ വരില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, ഫ്രീ ആയിട്ട് ഇവന്റെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണതാണ് അല്ലെ? അപ്പൊ ഒരു SC ആയി പുതിയൊരു വീട്ടമ്മയായിരിക്കും, അവര് എക്സ്പീരിയൻസ് പറയണത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാറ്റസ് കാണുന്ന ആളുകൾ എന്ത് ചെയ്യും? അത് ശരി, എന്നെത്ര പോലും അറിയാത്ത ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഫോണില് ഗ്രൂപ്പിൽ വന്ന സാധനം മാത്രമേ ഞാൻ സ്റ്റാറ്റസ് വെക്കുള്ളൂ, അതുപോലും വെക്കണില്ല അല്ലെ? പകരം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ എടുക്കുക, എന്നിട്ട് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, സ്റ്റോറി ഇടുക, ഇൻസ്റ്റയിലും FBയിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്മുടെ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ വിളിക്കും. പിന്നെ അതേപോലെ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിന് വീഡിയോ. ഇവള് വെറുതെ അല്ലല്ലേ ഇങ്ങനെയൊക്കെ ആയത്, കുറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ്ങിന്റെ വാല്യൂ, നമ്മളിപ്പോ നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ എത്രയോ ട്രെയിനിങ് പൈസ എത്ര കൊടുത്തിട്ടാണ് പഠിക്കുന്നത് അല്ലെ? പഠിപ്പിക്കുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ ട്രെയിനിങ്ങിന് പൈസ കൊടുക്കുമ്പോൾ ഇവിടെ തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്ന ട്രെയിനിങ് വീഡിയോസ് ആണ് അല്ലെ? അതിന്റെ പല സൈറ്റിലൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇതിനൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കിട്ടുന്നുണ്ടോ? ഒരു തവണ സാധനം വാങ്ങിച്ചതിന്റെ പേരിൽ ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടുമോ എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ടീമിൽ ചെയ്യണ ആക്ടിവിറ്റീസ്, അതായത് നമ്മളൊക്കെ ചെയ്ത ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെ? ഇത് നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അതിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാ പേജിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഓൾറെഡി ചെയ്തു തന്നിട്ടുണ്ട് ആ സാധനം അല്ലെ? അതിൽ ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ മുഖം കാണിച്ചിട്ട് ഫോട്ടോസ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ സാധനം എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാ പേജിലൊക്കെ വീഡിയോ ആക്കിയിട്ട് എന്ത് വെക്കാം, എന്നിട്ട് അടിയിലെ നമ്പറും കൊടുത്തിടാം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഓർഡറുകൾ വരും അല്ലെ? അങ്ങനെ ടീമിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എടുത്ത് ചെയ്യാം. ടൂറ് പോണ കാര്യം അല്ലെ? ഇതൊന്നും പറ്റാത്ത കുറെ ആളുകൾ പുറത്തിരിക്കണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് പോയി പാർട്ണറിന്റെ കൂടെ ഒരു ചായ കുടിച്ചു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ എൻജോയ്മെന്റ്, ഇതൊന്നും പറ്റാത്ത വീട്ടമ്മമാര് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി എന്തെങ്കിലും ഒരു എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പ്ലാന് കൊടുക്കണതും പുറത്തു പോണതും. ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് വെക്കണം എന്ന് പറയണത്. എന്താ വെച്ചാ
അത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറ്റൂല ഇവിടെ എന്നൊരു മൈൻഡ് സെറ്റും ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ പറയുമ്പോൾ ഇത് വരുമാനം എന്താണ്, അതായത് പ്രൊഡക്റ്റ് വാങ്ങിക്കൽ മാത്രമല്ല, വരുമാന സാധ്യത അത്രയും കൂടുതലാണ്, നമ്മളെയൊക്കെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതാണ് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ പകരം നീയും വായോ ഞാനും വായോ, ഞാനും രക്ഷപ്പെടും നീയും രക്ഷപ്പെടും എന്നുള്ള വാക്ക് ഇനി ദയവ് ചെയ്തിട്ട് ആരും പറയരുത്. ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എക്സാമ്പിൾ വാട്സപ്പ്. ഇപ്പം നമ്മളെല്ലാവരും ദിവസവും പ്രൊഡക്റ്റ് വാങ്ങുന്നവരാണ്. പക്ഷെ അതേ പർച്ചേസ് ബിഹേവിയർ ഉപയോഗിച്ച് ഒരു അഡീഷണൽ ഇൻകം ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബിസിനസ് മോഡൽ. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ വാട്സപ്പിൽ വന്ന സാധനം അങ്ങനെ എടുത്തിട്ട് കൊടുക്കും അല്ലേ? എന്നിട്ട് നീയും വായോ ഞാനും വായോ, നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഇതുപോലെയൊക്കെയുള്ള മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് നമ്മൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് ChatGPT ഒക്കെ ഇതിന് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഞാൻ എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ഞാൻ എന്തൊക്കെയാണ് ആളുകളോട് പറയേണ്ടത്, ഇന്നതാണ് അവർ പറഞ്ഞ നെഗറ്റീവ്, ഞാൻ അതിന് എന്താണ് ഉത്തരം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT പറഞ്ഞു തരും അതിനുള്ള ഉത്തരം. അപ്പോൾ ആ പറഞ്ഞ വ്യക്തിക്കുള്ള ഉത്തരം ChatGPT എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരത്തിന് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ അയക്കല്ല, അതിൽ വേണ്ട കണ്ടന്റ് മാത്രം എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആയില്ലേ? അവർ പറഞ്ഞ നെഗറ്റീവിനുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മാഡം അവരിങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, വളരെ പ്രശ്നമുള്ള കാര്യം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇങ്ങനെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഗോൾഡൻ റൂള്? ഇവിടെ നമുക്ക് 4 ഗോൾഡൻ റൂൾ ആണുള്ളത് അല്ലെ? അപ്പൊ വിജയത്തിലേക്ക് വേണ്ടിയുള്ളത് ഇതൊരു ഗ്രൂപ്പാണ് അല്ലെ? പിന്നെന്താണ് പേഴ്സണൽ ചാറ്റ്, പ്രസന്റേഷൻ, ഫോളോ അപ്പ്. ഇപ്പൊ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഗ്രൂപ്പിൽ അറ്റൻഷൻ വേണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇല്ലാത്തതും അതാണ്. കാരണം ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ അവര് കണ്ടാൽ പോലും അതിനൊരു റിയാക്ഷൻ ഇല്ല. ഇവിടെ ഇൻഫോയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ആള് കണ്ടിട്ടുണ്ടെന്ന്. ഒരു തമ്പ് ഇടണയും കൊണ്ട് എന്തെങ്കിലും ഒരു 10 രൂപ ചെലവുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻ പറയണതിന് എന്തെങ്കിലും ചെലവുണ്ടോ? കണ്ട സാധനം നമ്മുടെ പാർട്ട്നേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി അടുത്ത ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ 10 പൈസ ചെലവില്ല അല്ലെ? പക്ഷെ നമുക്ക് സമയമില്ല. 5 മിനിറ്റ് കൂടുമ്പോൾ ശരിക്കും ഈ ഒരു ഫോണിൽ വാട്സപ്പ് എടുത്ത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ ഗ്രൂപ്പിൽ എപ്പോഴും നമ്മൾ അറ്റൻഷൻ ആയിരിക്കണം. പല ആളുകളും ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ അത് അറിയാറില്ല. ഇന്നലെ തന്നെ 9 മണിക്ക് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പല ആളുകൾ അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം എന്താ അറിയോ, നമ്മൾ അത്രത്തോളം ഉണ്ട് ഗ്രൂപ്പായിട്ട് കണക്ഷൻ. കോടികൾ ഉണ്ടാക്കി തരാൻ നമ്മുടെ ആദ്യത്തെ സാധനമാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് കമ്പനി എന്താണെന്നും ലീഡേഴ്സ് എന്താ പറയണമെന്നും ട്രെയിനിങ്ങോളും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ ഈ ഗ്രൂപ്പിലൂടെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ സാധനം തുറന്നു നോക്കില്ല അല്ലെ? എന്നിട്ട് ഇവിടെ ഇരുന്ന് ഗ്രൂപ്പ് കോൾ ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണൽ വിളിക്കണം. അപ്പോഴേക്ക് എന്താ സംഭവിക്കുക അറിയോ? നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ലീഡ് പാർട്ട്നേഴ്സ് ആരൊക്കെ കയറിയിട്ടില്ല എന്ന് ഇവിടെ നോക്കുക. എന്നിട്ട് അവരെയൊക്കെ വിളിക്കുമ്പോൾ എനിക്കും ഇത് കേൾക്കാൻ പറ്റില്ല, അവരിട്ട് കയറൂല്ല. അതാണ് ഇവിടെ പലപ്പോഴും എനിക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. കാരണം എന്റെ ഈ പാർട്ണർ കയറിയുണ്ടോ, എന്റെ ആ പാർട്ണർ കയറിയുണ്ടോ, ഞാൻ ഇവിടെ നോക്കുക, ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ്, ഇവിടെ പറയുന്ന സാധനം എനിക്കും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കുന്നതിന് പകരം നമ്മൾ ഓരോ ആളുകളും രക്ഷപ്പെടാൻ വന്നാണെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഇതൊന്ന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കൃത്യമായിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക, പുതിയ നല്ല മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുക. അത് അയക്കേണ്ടതാണെങ്കിൽ അയക്കുക, സ്റ്റാറ്റസ് വെക്കേണ്ടതാണെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക. അതിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യുക. കാരണം നമുക്കിവിടെ എന്താ വേണ്ടത്, അതില് എന്താ പറയാ, ഒരു കൺഗ്രാജുലേഷൻ, എത്രയോ എന്താണ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടല്ലേ, ആകെ 4-5 ആള് ചിലപ്പോൾ അതിനൊരു വെൽക്കം പറയും. ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ നമുക്കൊരു വെൽക്കം പറയാൻ? അത് നമ്മൾ ടൈപ്പ് ചെയ്യും കൂടി വേണ്ട, താഴെ ഇമോജിയിലും മറ്റേതിലൊക്കെ ഉണ്ടാവില്ലേ വെൽക്കം എന്നുള്ള, ഫിജിക്കാർഡ് ഫാമിലിയിലേക്ക് വെൽക്കം പറഞ്ഞിട്ട് ആ സാധനം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പുതിയ വരുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ സംഭവം കൊള്ളാലോ അല്ലെ, ഇത്രയും നല്ല ഒരു ഇതിലേക്കാണ്, എന്നെ അറിയാത്ത എത്രയോ ആളുകളാണ് എന്നെ വെൽക്കം ചെയ്തതെന്നൊക്കെ നമുക്ക് കിട്ടില്ലേ? നമ്മളൊരു എന്താ ഇപ്പൊ 7am കഴിഞ്ഞു, ഒരു MC ചെയ്താൽ സെഷൻ ചെയ്താൽ 4 ആള് നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? ഇതേ സാധനം നമ്മൾ അവർക്ക്. അപ്പോൾ ഇത് ദാരിദ്ര്യം പോലെ കാണിക്കാതെ ലാവിഷായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ലാവിഷായിട്ട് ഈ സാധനങ്ങളൊക്കെ കിട്ടും. ഗ്രൂപ്പിൽ എപ്പോഴും അറ്റൻഷൻ ആയിരിക്കുക. ഇത് പ്രത്യേകം പറയാണ്, ഗ്രൂപ്പാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം. ആ ഗ്രൂപ്പിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് പോകും അല്ലെ? പല ആളുകളും ഇതില് ഇപ്പോഴും വിട്ടുപോവാതെ നിൽക്കുന്നുണ്ട്. 7am ഒന്നും കയറില്ല, BOP കയറില്ല, അതൊന്നും കയറില്ലെങ്കിലും
എന്തുകൊണ്ടറിയോ? എന്തെങ്കിലും ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടുന്ന് കിട്ടും എന്ന മൈൻഡ് സെറ്റിലായിരിക്കും അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവുക. നമുക്ക് നോക്കി അറിയില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലാത്ത ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗ്രൂപ്പ്. ഇന്ന് മുതലെങ്കിലും കൃത്യമായിട്ട് അത് അറ്റൻഷൻ ചെയ്യാന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എന്താ അറിഞ്ഞ് കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, ഷെയർ ചെയ്യുക. ഇപ്പൊ മെയിൻ ഗ്രൂപ്പിൽ വരുന്നത് ഈ താഴത്തെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ പേഴ്സണൽ ചാറ്റ് അല്ലേ? പേഴ്സണൽ ചാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പാർട്ട്നേഴ്സ് ആയിട്ടും ലീഡേഴ്സ് ആയിട്ടൊക്കെ പേഴ്സണൽ ചാറ്റ് വെക്കുന്നത് എന്തിനാണ്? നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ്. അതിനെ വളരെ മോശമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, നമുക്ക് പണി കിട്ടും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നല്ല മെസ്സേജുകൾ, അതായത് കണക്ഷൻ എന്ന് പറയുന്നത്, അതായത് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്നാണ്. ലീഡറായിട്ടും പാർട്ണറായിട്ടൊക്കെ എന്നും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ അറിയാത്ത എത്രയോ ആളുകൾ, ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും എൻ്റെ അയൽവാസികളല്ല അല്ലെ? പല സ്ഥലത്തിരുന്നിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. അത് എന്താണ്, നമ്മളെ അവരോട് എങ്ങനെ പെരുമാറുന്നു, അവർക്ക് ചിലപ്പോൾ ഞാൻ ചെയ്ത ഏതോ ഒരു കാര്യം പറ്റിയില്ലെങ്കിൽ അന്നു മുതൽ അവർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ അത് നാളെ തിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വീണ്ടും നമ്മളോട് ഇഷ്ടം തോന്നും. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അല്ലെ? നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. സെയിലേ പറഞ്ഞിട്ട് ഓടാതെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമാനത്തിനപ്പുറം ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ? ഒന്ന് വിഷമിച്ചിരിക്കുമ്പോ എന്ത് പറ്റി നിനക്ക്, ഞാനില്ലേ കൂടെ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലൊരു റിലേഷൻഷിപ്പുകളാണ് ഇവിടെ. അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ പ്രസന്റേഷൻ. ഈ പ്രസന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? മാക്സിമം ജനങ്ങളിലേക്ക് ഈ അവസരത്തിനെ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ആകെ ഒരു വർഷമായിട്ട് 6 പേർക്ക് പ്ലാൻ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഞാൻ അങ്ങനെ വിചാരിക്കണം, 6 പേരോ? 365 ദിവസത്തില് ആകെ 6 പേര്. അങ്ങനെ കൊടുക്കണമ്പോ നമ്മള് അവിടെ എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസമില്ലായ്മയാണ് ഇതിൽ കാണിക്കുന്നത്. എനിക്ക് ഈ ബിസിനസ് വിശ്വാസമായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ കയ്യും കണക്കും ഇല്ലാതെ എത്ര പേർക്ക് വേണമെങ്കിലും പറയാൻ പറ്റില്ലേ? ഇപ്പൊ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്, ഒരു ഫ്രീ ആയിട്ട് ഒരു സ്റ്റിച്ചിങ് തുടങ്ങുന്നുണ്ട് പറയുമ്പോൾ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ എത്ര പേര് അത് അറിയിക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണുണ്ടെങ്കിൽ അത് എത്ര പേർക്ക് അറിയിക്കും? നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ നോക്കില്ലേ? ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് മാക്സിമം ആളുകൾക്ക് അവയർനെസ് എത്തിച്ചുകൊണ്ട് അവരെ വലിയ രീതിയിൽ വരുമാനത്തിൽ എത്തിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അല്ലേ? അപ്പോ നമ്മളുടെ കൂടെ ഒരുപാട് ആളുകൾ ജോയിൻ ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് പേർക്ക് ഈ പ്രസന്റേഷൻ കൊടുക്കണം. അപ്പൊ നല്ല രീതിയിൽ ഇതിനൊരു ഇൻഫോർമേഷൻ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കുക എന്ന രീതിയിൽ നമ്മുടെ ഫിജിക്കാർട്ട് എന്നൊരു ഓപ്പർച്യൂണിറ്റിനെ മാക്സിമം അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതിന് പ്രസന്റേഷൻ എന്നാണ് അല്ലെ? നമ്മൾ അവർക്ക് അതിന്റെ അവസരം പറഞ്ഞു കൊടുക്കുന്നതാണ് ചെയ്യണത്. ഇനി ഫോളോ അപ്പ്. ഈ പ്ലാന് കൊടുത്ത ആളുകളൊക്കെ പ്രസന്റ് കണ്ടീഷനിൽ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ നല്ലൊരു ഫോളോ അപ്പിലൂടെ വിളിച്ച് വെറുപ്പിക്കാതെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യമാണ്, ഇത് നിങ്ങളുടെ ലൈഫിലും ആവശ്യം വരും എന്ന ലെവലിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് അവർ തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക അല്ലെ? സംസാരിക്കാനുള്ള ഇടവരുത്തുക. ഇത് വിളിച്ച് വെറുപ്പിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കില്ല, അതാണ് പ്രശ്നം. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇത് എന്തോ അവർക്ക് ആവശ്യമാണ്, അവർക്ക് തുടക്കത്തിൽ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം അവർക്കും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ പാർട്ട്നേഴ്സിന്റെ ഒരു ടാസ്ക്, നിങ്ങൾ എല്ലാവരും ഇതൊരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന റാങ്ക് ആയിരിക്കില്ല നിങ്ങളെ, അതേപോലെ തന്നെ അക്കൗണ്ടിൽ വരുന്ന വരുമാനം ഇങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇതായിരിക്കില്ല. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവനവന് വേണമെന്ന് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നാണ്, അല്ലെങ്കിൽ അവര് വേണമെങ്കിൽ ചെയ്തോട്ടെ ഇവര് വേണമെങ്കിൽ ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് വിചാരിക്കാം. സ്വന്തമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതൊന്ന് പാലിക്കുക. ഇന്നത്തെ എന്താണ് ടാസ്ക് പറഞ്ഞാൽ 25 പേരുടെ ലിസ്റ്റ് ഇന്ന് ഉറപ്പായിട്ട് ഞാൻ ഇടും എന്നത് ഇത് ലീഡറിനെ കാണിക്കാനോ പാർട്ണറിനെ കാണിക്കാനോ വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ 25 പേരുടെ മിനിമം 25 പേരുടെ ലിസ്റ്റ് എങ്കിലും നിങ്ങൾ ഇടുക. ഇന്നിപ്പോ 7 AM കഴിഞ്ഞ വൈകി വലിയ തിരക്കൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് സ്പോട്ടിൽ ചെയ്യാം. 25 പേരെ ലിസ്റ്റ് ഇടുക. അതിൽ നിന്ന് ഒരു 10 പേരോട് കോൺവെർസേഷൻ തുടരുക.
അതായത് നേരത്തെ പറഞ്ഞ ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്ത് ഇവരത്ത് ഈ ബിസിനസിന്റെ സാധ്യതകളൊക്കെ പറഞ്ഞ് അവരെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് അല്ലെ. ഈ 25 പേരിൽ 10 ആളെടുത്ത് നമ്മൾ ആ ഒരു സംഭവം ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി അവരത്ത് പതുക്കെ പതുക്കെ ഇതൊന്ന് ചെയ്ത് എന്നിട്ട് 3 പേരോട് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. 25 പേരെ ലിസ്റ്റ് ഇടുക, അതിൽ 10 പേരുമായിട്ട് നമ്മളൊരു കണക്ഷൻ വെക്കുക. എന്നിട്ട് ഒരു 3 ആളത്ത് അതില് നമ്മൾ ആ കണക്ഷൻ വെക്കുന്നത് എന്തിനറിയോ, അവരും നമ്മളും തമ്മിലുള്ള എന്താ പറയാ അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, എങ്ങനത്തെ ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാനാണ്. രണ്ട് വഴി കൂടെ പോണ ആൾക്കാരും പിടിച്ചു കൊടുക്കണല്ല, അങ്ങനെ റെയർ ആയിട്ടൊക്കെ സംഭവിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ സുന്ദരി മാഡം പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ പോയോടെന്ന് കണ്ടാണ്, പക്ഷെ കണ്ടിട്ടും വീണ്ടും തുടർന്ന് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ആ സെയിൽ അവിടെ വന്നത് അല്ലെ. സെയിം സാധനം തന്നെയാണ്. അതിൽ 3 പേരോട് നമ്മൾ ഓപ്പർച്യൂണിറ്റി പറയാം. അത് എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വാട്സപ്പില് സ്റ്റാറ്റസ് ഇടുക സ്ഥിരമായിട്ട്. അപ്പൊ ഈ 25 പേരുടെ ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 25 പേര് നമ്പർ നമ്മുടെ ഫോണിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു സെക്കൻഡ്. അപ്പം 25 പേരുടെയും ഈ ഒരു എന്താ പറയാ നമ്മൾ എഴുതി ഈ ആളുകളുടെ കോണ്ടാക്ട് നമ്മുടെ ഫോണിൽ ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ അതിൽ 10 പേരോട് നമ്മൾ പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ അവരുടെ കയ്യിലും അവരുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കാണാൻ പറ്റും. 3 പേരുടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഈ 10 പേരും കാണുന്നുണ്ടാവില്ലേ, അല്ലെങ്കിൽ 25 പേരും കാണുന്നുണ്ടാവില്ലേ. നമ്മൾ പറയാതെ പോലും ഇവിടെ എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ. അത് യൂസ് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജുകളാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഇഷ്ടംമാതിരി പോസ്റ്റർ വരുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് അവർക്ക് എന്താണോ ആവശ്യം അതറിഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതെല്ലാ കാര്യവും രാത്രിയിൽ നമ്മൾ റിപ്പോർട്ടായിട്ട് എഴുതണം. ഒരു ബുക്ക് അതിനായിട്ട് വെക്കുക, ലിസ്റ്റിനായിട്ട് ഒരു ബുക്കും റിപ്പോർട്ട് എഴുതാൻ ഒരു ബുക്കും. കാരണം ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഫിജി കാർഡ് ചെയ്തത്, ഞാൻ ഫുൾ ടൈമറാണ് ഫിജി കാർഡിൽ, ഇത് നീ ഇന്ന് എന്താ ചെയ്ത്, ഞാനൊന്നും ചെയ്തില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയല്ല, ഇന്ന് നമ്മൾ ഫുൾ ടൈമർ ആണെങ്കിൽ രാവിലെ തുടങ്ങി ഇത്ര നേരം വരെ എന്തൊക്കെ ചെയ്തു, ഇത് നമ്മൾ കൃത്യമായിട്ട് വേണം. ഇന്ന് ഞാൻ എത്ര പേരെ കണ്ടു, പുതിയ എത്ര പേർക്ക് ഞാൻ ഈ അവസരത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു, എന്റെ പാർട്ട്നേഴ്സ് ഇന്ന് എന്തൊക്കെ ചെയ്തു, എന്റെ ലീഡേഴ്സിനോട് ഞാൻ എന്തൊക്കെ സംസാരിച്ചു, ഞാൻ ഇന്ന് എന്തൊക്കെ പുതിയ സാധനങ്ങൾ പഠിച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് നടന്ന ഫിജി കാർഡിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മൊത്തം ഇന്ന് എഴുതി വെക്കുക, ഡയറി എഴുതുന്ന പോലെ. അങ്ങനെ ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അബദ്ധങ്ങളൊക്കെ പിന്നീട് ഇല്ലാണ്ടായി മാറും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 ദിവസം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൺഫേം ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. അപ്പം ന്യൂ കോൺവെർസേഷൻ, ഇൻട്രസ്റ്റഡ് ആണോ, പ്രസന്റേഷൻ ബുക്ക്ഡ് ആണ്, ഓപ്പർച്യൂണിറ്റി ഷെയർഡ്, ഫോളോ അപ്പ്, ഇതൊക്കെ ആയിരിക്കണം അതിലുള്ള കാര്യങ്ങൾ. അതായത് ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത്, ന്യൂ കോൺവെർസേഷൻ, ആരൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചത്, അവരുടെ പേരുകളൊക്കെ എഴുതി വെക്കുക, അവരെന്താ ചെയ്യണത്, അവരുടെ ഫോൺ നമ്പർ എല്ലാം അതിൽ എഴുതി വെക്കുക. കാരണം മൊബൈൽ ഫോൺ എപ്പോൾ വേണമെങ്കിലും കേടുവരാം. അപ്പൊ നമുക്ക് നമ്പർ അവളെ ഓക്കെ ആയിരിക്കും. അവർ ഇൻട്രസ്റ്റഡ് ആണോ പറഞ്ഞോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ എന്താണ് അവർ പറഞ്ഞത് അതും അവിടെ ടിക്ക് എഴുതി വെക്കുക. പ്രസന്റേഷൻ ബുക്ക് ചെയ്യുക. അവർക്ക് എന്നാണ് ഞാൻ പ്രസന്റേഷൻ കൊടുക്കുക പറഞ്ഞത് ആ ഡേറ്റ് അവിടെ ബുക്ക് ചെയ്ത്. ഇതങ്ങനെയല്ല, മാഡം ഇപ്പൊ തന്നെ സംസാരിച്ചേ പറ്റുള്ളൂ, ഇപ്പൊ അവർ വിളിക്കും, ലൈനിലുണ്ട്, ആ സംസാരിച്ചോളൂ മാഡം. ഇതാണ് പല ആളുകളുടെയും പറച്ചില്. ചിരിക്കണുണ്ടാവൂല്ലേ പല ആളുകളും ഈ സംഭവം പറഞ്ഞിട്ട്. നമ്മളിവിടെ ഏത് അവസ്ഥയിലാണ് നിൽക്കണമെന്ന് പല ആളുകളും ചിന്തിക്കില്ല. മാഡം ഫ്രീ ആണ് ചോദിക്കുമ്പോൾ ഇവിടെ ഫ്രീ ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം ബിസിനസ് അല്ലേ, നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബസ്സിൽ ഇങ്ങനെ ഒറ്റക്കൈയിലൊക്കെ തൂങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിളിക്കുക, മാഡം ഇതിപ്പോ അവര് ലൈനിലുണ്ട്, എന്നിട്ട് നമ്മളോട് പറയാനൊന്നും സമ്മതിക്കില്ല. പകരം എന്ത് പറയും അറിയോ, മാഡം അവര് ലൈനിലുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്, മാഡം സംസാരിച്ചോളൂ മാഡം. ഇതാണ് പറയാ. നമ്മളെ ഏത് സിറ്റുവേഷനിലാണോന്നും അറിയണ്ട, ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ചോദിക്കും, മാഡം ഇപ്പൊ ഫ്രീ ആണോ, നമുക്ക് ഇങ്ങനെ ഒരാൾ സംസാരിക്കാണ്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറയും. അപ്പം പല സമയത്ത് നമ്മളിവിടെ പ്ലാൻ കൊടുക്കുകയായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് നമ്മളെ നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ നമ്മളും ഓക്കെ ആയിരിക്കും, അവരും ഓക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ പ്രസന്റേഷൻ ബുക്ക്ഡ്, അത് എന്നാണ് പ്രസന്റേഷൻ കൊടുക്കണത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് അവിടെ എഴുതി വെക്കേണ്ടത്, ആ സമയമാണ് എഴുതി വെക്കേണ്ടത്. ആരെയാണ് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ വിളിക്കുന്നത്, നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇരിക്കും പോവുക, ഇല്ലെങ്കിൽ ഏത് ലീഡറാണോ വരുന്നത് അവരുടെ പേരടക്കം അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അവരെ വിളിച്ചിട്ട് മാഡത്തിന് ഈ സമയത്ത് ഓക്കെ ആണോ അല്ലെങ്കിൽ സാറിന് ഓക്കെ ആണോ എന്ന് നമ്മൾ ചോദിക്കുക. ഇതൊക്കെ എഴുതി വെക്കാം. ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തത്, നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് എന്തൊക്കെ നമ്മൾ പുതിയ ഷെയർ ചെയ്തു, നമ്മൾ എന്തൊക്കെ ഇന്ന് ബിസിനസിന്റെ പുതിയ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ എഴുതി വെക്കുക. നമ്മൾ ഇന്ന് ആരൊക്കെ ഫോളോ അപ്പിന് വേണ്ടി വിളിച്ചു, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുക. ഇത് ഡെയിലി ആക്ടിവിറ്റി,
ഇത് ഡെയിലി പ്രോഗ്രസ്സിനുള്ള കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്തോളൂ. പിന്നെന്താണ് റിമെമ്പർ, ഫോക്കസ് ഓൺ നീഡ് നോട്ട് ഓൺ സെല്ലിങ്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? ആവശ്യങ്ങളിലാണ് അല്ലെ. സെല്ലിങ്ങിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വെക്കണമെങ്കിൽ, അതായത് വിൽക്കുക എന്നുള്ളതിനേക്കാൾ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും, ആ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് വിൽക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് അല്ലെ. പിന്നെ ഹെൽപ്പ് പീപ്പിൾ, ഡോണ്ട് ജസ്റ്റ് ടോക്ക്. ഇത് നമ്മൾ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഒരു ആൾക്കാരത്ത് സമയം പോകാനായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നതല്ല ഈ ബിസിനസ്. അപ്പൊ നമ്മള് ആദ്യം ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ നീഡ് നോട്ട് ഓൺ സെല്ലിങ് അല്ലെ. ഇത് നമ്മളൊരു വിൽക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം, എനിക്ക് കാശുണ്ടാക്കണം, ഇതിന് ഞാൻ എത്ര വിൽക്കണം, അങ്ങനെ ഇങ്ങനെ. അതിന് പകരം ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ ആളുകളെ സഹായിക്കുക. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ, എൻ്റെ കൂടെ ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ സഹായിക്കുക എന്നല്ലേ ചെയ്യുള്ളൂ. എനിക്ക് അത്രയല്ലേ ഡ്യൂട്ടി ഉള്ളൂ. പകരം അവര് ചെയ്തില്ല, ഇവര് ചെയ്തില്ല, അവര് അങ്ങനെ പറഞ്ഞു, ഇവര് ഇങ്ങനെ പറഞ്ഞു. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കയറാൻ വേണ്ടിയിട്ട്, അല്ല മാനേജ്മെന്റ് സ്ഥാപനത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ലക്ഷം രൂപ ചിലപ്പോൾ അവിടെ കെട്ടിവെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു മാസം പണിയെടുത്തിട്ട് ഇനി ഞാൻ പണിയെ എടുക്കില്ല, വേറെ ടീച്ചർമാർ പണിയെടുത്തോട്ടെ, അല്ലെങ്കിൽ മാനേജർ പണിയെടുത്തോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റ്സ് പണിയെടുത്തോട്ടെ, കുട്ടികൾ പണിയെടുത്തോട്ടെ, ഇനി നേരത്തെ കുട്ടികളുടെ സീനിയർ കുട്ടികൾ താഴത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തോട്ടെ. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യവും കഴിഞ്ഞ് സ്കൂളിൽ പോയി പഠിപ്പിക്കണം അല്ലേ. അവിടെയുള്ള എല്ലാ ഡ്യൂട്ടിയും ചെയ്യണം. വീട്ടിൽ വന്നു കഴിഞ്ഞാലും അവർക്കുള്ള നാളത്തെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, അവരെ പേപ്പർ നോക്കണം, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പാരൻസ് വിളിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് ഒരു 30 വർഷം സർവീസ് ആണെങ്കിലും 30 വർഷവും നമ്മൾ തന്നെ പണിയെടുക്കണം. അല്ലാണ്ട് വേറെ ആര് പണിയെടുത്താലും നമുക്ക് പൈസ കിട്ടില്ല. ഇത് എല്ലാ മേഖലയും, നേഴ്സാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും പണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും വീട്ടമ്മമാരായ നമ്മളാണെങ്കിലും അല്ലേ, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ. പക്ഷെ വിജി കാർഡിൽ മാത്രം ഞാൻ ഒരു ലീഡറായി, ഞാനിപ്പോ ഒരു സെയിൽ എക്സിക്യൂട്ടീവ് ആയ പിന്നെ അഹങ്കാരം അങ്ങോട്ട് കൂടി, അല്ലെങ്കിൽ സെയിൽസ് മാനേജറായി പിന്നെ പറയേ വേണ്ട, കണ്ണേ കാണില്ല പല ആൾക്കാർക്കും. ഇന്നെ ഞാൻ പണിയെടുക്കില്ല, എൻ്റെ പാർട്ണർ പണിയെടുത്തോട്ടെ, മേഡം അവരത് ചെയ്തില്ല, ഇവരിത് ചെയ്തില്ല, മറ്റൊരത് ചെയ്തില്ല, ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്ന ഇതിൽ കിട്ടുന്ന ഒരു സന്തോഷം, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ ഒരു എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകണമല്ല നമ്മുടെ ബിസിനസ്. ആളുകളെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്യുമ്പോൾ നമുക്കത് വരുമാനമായിട്ടാണ് തിരിച്ചു വരുന്നത് അല്ലെ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക. വാല്യൂ ഫസ്റ്റ്, ബിസിനസ് നെക്സ്റ്റ്. ഇതായത് നമ്മളിവിടെ ബിസിനസ് നമുക്ക് പൈസ ഉണ്ടാക്കണം. ഇന്ന് 25 എസ് വന്ന് അത്ര കിട്ടി, 50 എസ് വന്ന് അത്ര കിട്ടി, 100 എസ് വിനെ കൊണ്ട് അവരെങ്ങനെ പർച്ചേസ് ചെയ്യിപ്പിക്കാം. ഇതിന് പകരം വാല്യൂ കൊടുക്കുക നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അവരവരുടേതായ വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അവർ നമ്മുടെ കൂടെ ലൈഫ് ടൈം നമ്മുടെ കൂടെ നിൽക്കും അല്ലേ. നേരെ മറിച്ച് എനിക്ക് ബിസിനസ് കിട്ടുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, അവൾക്ക് പൈസ ഉണ്ടാക്കാനാണ് അവൾ ഇവിടെ നിൽക്കുന്നത് എന്നാ നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കണ്ട. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. ഇവര് സെയിൽ എന്ന് പറഞ്ഞ് കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ടാവില്ല അല്ലേ. അപ്പം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്നിലിരിക്കുന്ന വ്യക്തിക്ക്, നമ്മുടെ പാർട്ട്ണറിന് അവൻ്റെതായ വാല്യൂ കൊടുക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ചും വാല്യൂ തരും അല്ലെ. എന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേ പോലും ചെയ്യേണ്ട ആ ബിസിനസ് ഡെവലപ്പ് ആക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവരും നമ്മളും കൂടി ചേർന്നിട്ട് അതങ്ങട് ചെയ്യും അല്ലെ. പിന്നെ കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ അല്ലെ. ഇതില് സ്ഥിരതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും നമുക്ക് വേണ്ടത് അല്ലെ. കൺസിസ്റ്റൻസി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കില്ല. കാരണം ഇന്ന് ചെയ്യും 10 ദിവസം ചെയ്യില്ല. അപ്പൊ എന്തായി, ഇത് കാണുന്ന സ്റ്റാറ്റസ് കാണുന്ന ആളുകൾ ചിന്തിക്കും, ഓ ഇവള് പരിപാടി നിർത്തിയോ, അപ്പോഴും പറഞ്ഞു ആവശ്യമില്ലാത്തതൊന്നും പോയി ചാണ്ട, ഇവളൊക്കെ എത്ര കാലം പോകും ഇപ്പൊ ഇതൊക്കെയല്ലേ പറയാ, ഇവളൊക്കെ ഇപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ്, ഇത് എത്ര കാലം പോകും. അങ്ങനെ നമ്മളെ ആളുകളെ കൊണ്ട് നമ്മൾ തന്നെയല്ലേ പറയിപ്പിക്കുന്നത്. അത് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് പേര് കണ്ടു മേഡം, ഒരാൾ റിപ്ലൈ ഇല്ല. ആ റിപ്ലൈ ചെയ്യാത്തവർ ചെയ്യണ്ട, പക്ഷെ നാളുകളിൽ അവർ ഒരു ദിവസം റിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക. 10 ദിവസം 20 ദിവസം 1 മാസം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ആരും ചെയ്യില്ല. ഇപ്പൊ ലെഗസി അച്ചീവേഴ്സിന്റെ ഫോട്ടോ ഒക്കെ വന്നു,
മാഡം എല്ലാരും കാണും ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ചോദിക്കണില്ല. നമ്മുടെ ചിന്തയാണ് അവര് ചോദിക്കണം 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 എന്ന്. ഇന്ന് അവർക്ക് ആവശ്യമില്ല, പക്ഷെ നാളുകളിൽ അവരെ കൊണ്ട് ആവശ്യമുള്ളവരാക്കി മാറ്റിയെടുക്കാനാണ് നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഡെയിലി ആ സ്റ്റാറ്റസ് എടുത്ത് വെക്കുക, ഡെയിലി ഇൻകം പോസ്റ്റ് വെക്കുക, ഡെയിലി നമ്മുടെ അച്ചീവ്മെന്റുകൾ വെക്കുക. ഇതൊക്കെ ഡെയിലി 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 ചെയ്തുകൊണ്ട് ഇവൾക്ക് മാറ്റം ഉണ്ടെന്ന് അവർക്ക് ഉണ്ടാവും അല്ലെ. അല്ലാണ്ട് കുറെ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടൊന്നും ഇവിടെ ആരും റെഡിയല്ല. നമുക്ക് തോന്നണം നമുക്ക് മാറ്റം വരണം എന്ന്. പിന്നെ ടീം വർക്ക് മേക്ക് ഡ്രീം വർക്ക്. ഒറ്റയ്ക്ക് ഇവിടെ പടവെട്ടി വിജയിക്കാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്, ഒരിക്കലും നടക്കില്ല. ഇവിടെ ടീം വർക്കേ നടക്കൂ. ഇപ്പൊ NSTM ആയ ആളുകൾ ഓരോ കോടിന്റെ ചെക്ക് വാങ്ങിച്ചു, അവർ ഒറ്റയ്ക്കാണോ അത് ചെയ്തത്? ഒരു ടീം വർക്കാണ് അല്ലെ. അപ്പൊ ആ ടീമിനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, ടീമിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക. വിളിച്ചാൽ ഫോണേ എടുക്കാൻ പാടില്ല, പിന്നെ അവരെന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ നോക്കാനേ പാടില്ല. അതേപോലെ അവർക്ക് ചിലപ്പോൾ ഒരു അത്യാവശ്യമായിരിക്കും നമ്മളെ വിളിക്കുന്നുണ്ടാവുക. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വേറെ കോളിലാണെങ്കിൽ കട്ട് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് വിളിക്കുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പിന്നീടാണെങ്കിലും ചിലപ്പോൾ ഇന്നോ നാളെ ആണെങ്കിൽ പോലും നമ്മളൊന്ന് തിരിച്ച് വിളിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ എന്താണ് വിളിച്ചത് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അല്ലെ. ഇവിടെ പല ആളുകളും നമ്മൾക്കൊന്ന് ടെൻഷൻ മാറ്റി വെക്കാനുള്ള ഒരു ഇതാണ്. എന്നെ കേൾക്കാൻ ഇന്ന് വരെ ആരും ഉണ്ടായിരുന്നില്ല മാഡം, എനിക്ക് ആരൊക്കെയോ കിട്ടിയ പോലെ തോന്നും. അങ്ങനെയൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അവരിൽ ആരെങ്കിലും ഒക്കെ ആയി മാറണം. ഇതിനെയാണ് ഒരു ടീമായിട്ട് പറയാം. ഇപ്പൊ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണതിന് പകരം 10 ആൾക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഇതിലൊരു കഥയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കല് കുറച്ച് പണ്ടത്തെ സമ്പ്രദായമാണ് കേട്ടോ. പണ്ട് എന്താണ് ആളുകൾ ജന്മി സമ്പ്രദായം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതില് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് സാധനങ്ങൾ ഏറ്റിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പൊ കുറെ പണിക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ഒരു 100 തേങ്ങ ഒരു ഇല്ലത്ത് നിന്ന് വേറൊരു ഇല്ലത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഇതിന് ഒരുപാട് പാടവും തോടും കാടും ഒക്കെ കടന്നിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. അപ്പം 100 ആളുകൾ അവിടെ ഉണ്ട്. അതായത് 100 ആളുകളും 100 തേങ്ങയായിട്ടാ പോണത്. അപ്പം ഒരാളുടെ തലയിൽ എന്ത് ചെയ്തു, ഈ 100 തേങ്ങയായിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ ബാക്കിയുള്ള 99 പേര് എന്തിനാ അറിയോ? ഇയാൾക്ക് കാല് കടയുമ്പോഴും കൈ കടയുമ്പോഴും തലവേദനിക്കുമ്പോഴും ഇത് അടുത്ത ആൾക്ക് എന്ത് ചെയ്യാനാണ്? കൈമാറാനാണ്. അങ്ങനെ ക്ഷീണിക്കുമ്പോ അടുത്ത ആൾക്ക് കൊടുക്കാനാണ് ഈ 100 ആളും 100 തേങ്ങയായിട്ട് പോണത്. അങ്ങനെ ഇവര് ഭയങ്കര കഷ്ടപ്പെട്ട് ആ ഏറ്റുന്ന ആള് ഭയങ്കര റിസ്ക് എടുത്ത് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ഫ്രീ ആയി നടന്നു പോവാണ്. അപ്പം കുറെ ദൂരം പോയ സമയത്ത് ഒരു കർഷകൻ ഇങ്ങനെ പാടത്ത് കിളച്ചോണ്ടിരിക്കണം. ആ സമയത്ത് ഇങ്ങനെ കാണുമ്പോ ഇതെന്താ ഒരാള് മാത്രം ഇത്ര ബുദ്ധിമുട്ടി ഏറ്റിട്ട് പോണേ, ബാക്കിയുള്ള ആൾക്കാർക്ക് ഫ്രീ ആയി നടന്നു പോകണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോ ഒന്ന് നിൽക്കോ നിങ്ങൾ എവിടേക്കാണ് എന്ന് ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഈ സാധനം ഓണമൊക്കെ അല്ലേ വരുന്നത്, അവിടെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പൊ ഇയാള് വിചാരിക്കും ഇത്രയും പൊട്ടന്മാരാണോ ഇവര്? ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ആ സാധനം ഒന്ന് ഇവിടെ ഇറക്കി വെക്കുക. അയ്യോ ഇറക്കി വെച്ച് ആ സമയം പോയാൽ പറ്റില്ല, അവിടെ എത്താൻ ഞങ്ങൾ വൈകും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ 1 മിനിറ്റ് നിങ്ങളൊന്ന് ഇറക്കി വെക്കൂ പറയും. എന്നിട്ട് ആ ചാക്ക് കെട്ട് അവിടെ ഇറക്കി വെപ്പിച്ചു. എന്നിട്ട് അയാൾ അതിൽ നിന്ന് ഓരോ നാളികേരം എടുത്തിട്ട് ഓരോ ആളുകളുടെ കയ്യിൽ കൊടുത്തു. 100 പേരുണ്ടല്ലോ, 100 പേരുടെയും കയ്യിൽ കൊടുത്തു. അപ്പൊ വെയിറ്റ് ഉണ്ടാവോ? 100 തേങ്ങ ഏറ്റിയ ആൾക്ക് 1 തേങ്ങ ഏറ്റുമ്പോ വെയിറ്റ് ഉണ്ടാവോ? ഇല്ല അല്ലെ. അങ്ങനെ 100 ആളും ഇനി നിങ്ങൾ നടന്നോളാൻ പറയും. അങ്ങനെ ആ നടന്നോളാൻ പറഞ്ഞ് ഒരു സെക്കൻഡ്. അപ്പം 100 തേങ്ങയായിട്ട് നടന്ന ആൾക്കാര് ഓരോ തേങ്ങയായി വളരെ ഈസിയായി ആടിപ്പാടി അവർ ഇല്ലത്ത ആ സാധനമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരുന്ന സമയത്ത് എന്ത് മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക്? അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും, തമാശ പറയാൻ പറ്റും. മറ്റേ ആളിങ്ങനെ ഏറ്റിയിട്ട് ഇങ്ങനെ അയാൾക്ക് വർത്താനം പോലും പറയാൻ പറ്റാണ്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അതാണ് നമ്മുടെ ബിസിനസ്സും. എല്ലാം കൂടി ഒരാൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രഷറാവും. എല്ലാവർക്കും ചിലപ്പോൾ ലീഡറിനെ വിളിച്ചാൽ കിട്ടില്ല. കാരണം ഇവിടെ എല്ലാ കാര്യവും ഒരാളാ ചെയ്യണതേ. പോസ്റ്റർ അടിക്കണം, 7am സെറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്ലാന് കൊടുക്കണം, രജിസ്ട്രേഷൻ ചെയ്യണം, പർച്ചേസിങ് ചെയ്യണം. ഇതൊക്കെ എല്ലാരും കൂടിയേ ചെയ്യണമെങ്കിലോ എല്ലാവർക്കും ഈസി ആയിട്ട് ഓരോ വർക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മളാണ് നമ്മുടെ ടീമിനെ ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കേണ്ടത്. അതിൽ എല്ലാവർക്കും തുല്യമായ പങ്കുണ്ട്. ലീഡർക്ക് കിട്ടാനാണെന്നുള്ള തെറ്റായ ധാരണ ഇനിയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണയാണ്. കാരണം ലീഡർക്ക് മാത്രം ഉണ്ടാക്കാനല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് അല്ലെ. സ്വപ്ന മാഡം 1 കോടി വാങ്ങിക്കുമ്പോൾ സ്വപ്ന മാഡത്തിന്റെ ടീമില് ഒരുപാട് ഫാമിലിയാണ് അവിടെ
പല രീതിയിൽ വരുമാനം വാങ്ങിച്ചത്. അതേപോലെ ഇപ്പൊ ജസറ മാം നമ്മളെ ലീഡറായിട്ട് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ജസറ മാമിന് മാത്രമാണോ വരുമാനം കിട്ടുന്നത്? നമ്മളെല്ലാവരും വാങ്ങിക്കില്ല. ഇതിലിരിക്കുന്ന സെയിൽസ് മാനേജർമാർക്ക് സെയിൽസ് മാനേജർ ആകുമ്പോഴുള്ള പൈസ കിട്ടിയിട്ടുണ്ട്, സെയിൽസ് ടീം മാനേജർക്ക് അത് ആകുമ്പോൾ കിട്ടിയിട്ടുണ്ട്, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർക്ക്, എക്സിക്യൂട്ടീവ്സിന്, SGക്ക്, SRകൾക്ക് പോലും വരുമാനം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ടോട്ടൽ ടീമിന്റെ വരുമാനം നോക്കുമ്പോൾ എത്ര ലക്ഷം രൂപ നമ്മൾ സ്വന്തം വാങ്ങിച്ചിട്ട്, അപ്പൊ ഞാൻ മുതൽ തുടങ്ങുന്ന ആളുകള് 250 രൂപ വാങ്ങിയ ആളുകളെയും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടീമില് എത്ര രൂപ ശരിക്കും നമ്മുടെ ടീം വർക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും? ടോട്ടൽ ടീമിന് ഫിജി കാർഡിന് എത്ര രൂപ കിട്ടണം? ടീം സ്പാർക്കിന്റെ അണ്ടറിൽ വരയ്ക്കുന്ന ആളുകൾക്ക് എത്ര രൂപ ടോട്ടൽ കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിലെ ഓരോ ആളുകൾക്കും കിട്ടിയ ടോട്ടൽ ഇൻകം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇതൊക്കെ നമ്മുടെ പല ഫാമിലിക്കാണ് കിട്ടുന്നത് അല്ലെ. ആ സമയത്ത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കില്ല, നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടികൾ ഇങ്ങനെ ആയിരിക്കില്ല, നമ്മളെ വീട് ഇങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല അല്ലെ. വലിയ വരുമാനങ്ങളായി കഴിഞ്ഞാൽ അതിനാണ് ഒരു ടീം വർക്ക്. ടീം വർക്ക് എന്താണ്? മേക്സ് ഡ്രീം വർക്കാണ് അല്ലെ. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടാൻ പറ്റും, വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകേണ്ടത്. ഇത് കൃത്യമായിട്ട് എല്ലാവരും നോട്ട് ചെയ്യുക. ഒരു മിനിറ്റ്. അപ്പം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇത്രയും നേരം കേട്ട എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാവാൻ പറ്റട്ടെ. അപ്പോൾ സമയം ഇപ്പൊ തന്നെ കുറച്ച് വൈകില്ലേ. അപ്പൊ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. താങ്ക് യു ഓൾ.